ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളതാണ് 36 സൈസിലുള്ള ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. നോർമൽ ബ്ലൗസ് കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ തന്നെ ഒരു കമൻറ്റ് കണ്ടു. എന്താ വെച്ചാൽ ഞാനൊരു വൈറ്റ് തുണിയിലാണ് മെഷർമെൻറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവർക്കിങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് പറഞ്ഞത്, വൈറ്റ് തുണിയിൽ അങ്ങനെ നമ്മുടെ ചോക്ക് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചീത്ത വശത്താണ് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ, നല്ല വശത്തല്ല. അതിന് വേണ്ടി ഞാനൊരു ലൈനിങ് ഇല്ലാത്തൊരു തുണിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു എന്താ പറയുക, ലൈനിങ്ങിൽ വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ മെഷർമെൻറ്റൊക്കെ ലൈനിങ്ങിലാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ലൈനിങ്ങാണ് കട്ട് ചെയ്യേണ്ടത്, അതിന് ശേഷമാണ് നല്ല തുണിയിലേക്ക് കട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നല്ല തുണിയിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ബ്ലൗസിന് വേണ്ടത് ലെങ്ത്താണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്താണ് കാണിക്കുന്നത് കേട്ടോ. ആദ്യം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. 13.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്ലസ് 1 ഇഞ്ചും കൂടെ ചേർത്ത് 14.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ മടക്ക് വന്നിട്ടുള്ള ഭാഗത്താണ് ബാക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൊത്തം വണ്ണം എത്രയാണെന്ന് നോക്കാം. അതിനനുസരിച്ചിട്ട് ഏകദേശം ഒരു അളവ് വെച്ചിട്ട് വേണം തുണി മടക്കി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് സ്ലീവ് കട്ടിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ തുണി എടുക്കണം. അപ്പോൾ ഒരുമിച്ച് പിടിച്ച് മടക്കി എടുക്കരുത്. നമ്മൾ ഇതേപോലെ വേണം മടക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ വണ്ണം എടുക്കാം. നെക്കിൻ്റെ വണ്ണം ഞാനിവിടെ 2.5 എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഷോൾഡർ വേണ്ടത് ഒരു 5.5. അപ്പോൾ 5.5 കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് താഴേക്കും കൂടെ നമ്മുടെ കൈക്കുഴിയും കൂടെ വരച്ചു കൊടുക്കണമല്ലോ, അത് നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണിക്കുന്നത് ടാപ്പ് വെച്ചിട്ട് ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ താഴേക്ക് കൈക്കുഴി വേണ്ടത് 5.25, 5.5. സാധാരണ എല്ലാവർക്കും വേണ്ടത് ഒരു 5.25, 5.5 തന്നെയാണ് മതിയാവും കേട്ടോ. ഒരു അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഈ ഒരു സൈസിലൊക്കെ വരുമ്പോൾ അത്ര മതി. ഇനി നമുക്കതിൻ്റെ വിഡ്ത്ത് വേണ്ടത് 36-ൽ നമുക്ക് 9 ഇഞ്ചാണ് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 36-ൽ 9 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗം കേട്ടോ. 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാ ലൂസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 9 ഇഞ്ച് മാർക്ക് ചെയ്തു, പ്ലസ് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തു. അപ്പോൾ എക്സ്ട്രാ 2 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 9 ഇഞ്ചും അതേപോലെ തന്നെ 2 ഇഞ്ച് കൂടുതലും. അപ്പോൾ രണ്ടും അതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴെ വരുന്നത് ഒരു 7.5 ഇഞ്ചാണ് നമുക്ക് താഴെ വരുന്ന ഇതിൻ്റെ ഒരു വണ്ണം. അപ്പോൾ ഞാൻ 7.5 ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1.25 കൂടെ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 10.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് മൊത്തം വരുന്നത് 10.25. ഇനി നമുക്ക് ഈ ഒരു 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 7.5 കഴിഞ്ഞിട്ട് 1 ഇഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. ബാക്ക് നെക്കാണ്. അപ്പോൾ കുറച്ച് ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിവിടെ 8.25 എടുത്തിട്ടുണ്ട്. 8.25 മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം താഴെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴെ നമുക്കതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 2.5 ഇഞ്ചാണല്ലോ. നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ആ അളവ് തന്നെയാണ് താഴെയും. ഇനി അതിനുള്ളിൽ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ ഏത് ഷേപ്പ് നെക്കാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ 1 ഇഞ്ച് നമുക്ക് അല്ലെങ്കിൽ ഒരു 1.25 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ താഴെ നിന്ന് ടാപ്പ് വെച്ചിട്ട് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്കതിൻ്റെ ഷേപ്പ് കിട്ടാനായി നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഷേപ്പ് കിട്ടുക കേട്ടോ. അപ്പോൾ അതേപോലെ മാർക്ക് ചെയ്യാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമ്മളുടെ ഈ ഒരു ഷോൾഡർ ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അപ്പം ഞാനൊരു 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അതിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരു 4 ഇഞ്ച് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഒപ്പം പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനത് നമ്മുടെ ബാക്ക് പാർട്ട് സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് ഉള്ള വീഡിയോ വേറെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് കട്ടിങ് ഒരുമിച്ചായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കട്ടിങ് വീഡിയോ ചെയ്തിട്ട് നമ്മൾ വേറെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ പിടിച്ച് പതുക്കെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചെറിയൊരു വളവ് പോലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. വളവ് പോലൊക്കെ ആണെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ചെറിയൊരു പിന്നൊക്കെ കുത്തി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അപ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. ഇനി ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് നമ്മൾ വേറെ തുണിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കിനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ബട്ടൺസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഓപ്പൺ സൈഡല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വളച്ച് വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് ആ ഒരു നമ്മുടെ ബട്ടൺസ് മൂക്കമൊക്കെ വെക്കാനായിട്ടുള്ളത്, അതായത് ഹോൾ ഇടാനായിട്ടും ബട്ടൺസ് വെക്കാനായിട്ടുള്ള ഒരു ഭാഗം ഒരു 4 ഇഞ്ച് വിട്ട് ഒന്ന് നീക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് മുഴുവനായിട്ടും, അതായത് നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ അറ്റം വരെ ഒരേ അളവിൽ തന്നെ 1 ഇഞ്ച് കൂടാതെയും കുറയാതെയും ഒരേ അളവിൽ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗം നമ്മളൊരു എടുത്തിട്ടൊരു 3/4 ഇഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3/4 ഇഞ്ച് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴെ ഒരു 1.25 കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകളിൽ കൈക്കുഴിയുടെ അവിടെ 1.25 താഴേക്ക് 1.25 കൂടെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി നമ്മളുടെ കൈക്കുഴിയുടെ ഭാഗം 3/4 ഭാഗത്തേക്ക് കൂടുതലായിട്ട് എടുക്കണം ഫ്രണ്ടിലെ കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ കേട്ടോ. ആദ്യത്തെ കൈക്കുഴിയുടെ അളവിലല്ല, 3/4 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം വേണം ഫ്രണ്ടിലെ കൈക്കുഴി കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഈ ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ പട്ട വയ്ക്കാനായിട്ടുള്ളതാണ് മാർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് 3.5 ഇഞ്ച്, പിന്നെ നമ്മൾ അറ്റത്തായിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം ഞാനീ ഒരു ഫ്രണ്ടിലെ പാർട്ട് മാറ്റണം. അതിന് മുൻപ് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളുടെ കറക്റ്റ് മെഷർമെൻറ്റിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എല്ലാം കൂടിയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ ബാക്ക് പാർട്ട് ഇതുമെന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്കിതിൻ്റെ എല്ലാ അളവും കൂടെ കിട്ടണമല്ലോ. അപ്പോൾ നമ്മളുടെ നെക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഷോൾഡറൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു 4 ഇഞ്ച് 3.5 ഇഞ്ച് പിന്നെ നമ്മൾ 4 ഇഞ്ച് കൊടുത്തല്ലോ, അത് നമ്മൾ അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നല്ല ഷേപ്പിൽ തന്നെ വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലെ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ബാക്കിൽ നെക്കിൻ്റെ അത്ര ഇറക്കം വേണ്ട, അതിനനുസരിച്ച് നമ്മൾ എടുക്കുക. നമുക്ക് എത്രത്തോളം ഇറക്കം വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. നമ്മൾ ബാക്കിൽ നെക്ക് 8.5 ഇഞ്ചും ഫ്രണ്ടിൽ നമ്മളൊരു 7.5 എടുക്കുക. അതല്ലെങ്കിൽ 7, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ നെക്കിൻ്റെ ഇറക്കം. അപ്പം ഞാനിവിടെ ഒന്ന് അതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ റൗണ്ട് നെക്ക് തന്നെയാണ് ഷേപ്പും വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് 4 ഇഞ്ച് വിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുക. പട്ട നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ മുഴുവനായിട്ടും നമ്മുടെ നെക്കിൻ്റെ ഭാഗം എല്ലാ വശവും കൂടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പട്ട കട്ട് ചെയ്യുന്നത്. ആദ്യം ചെയ്ത പോലെ തന്നെ ഷോൾഡറിൻ്റെ 4 ഇഞ്ച് വിട്ടിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. കൈക്കുഴിയുടെ അവിടെ നമ്മളൊരു 3/4 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പട്ടയുടെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം തൊട്ട്
മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് മുൻപ് നമുക്ക് ബട്ടൺസ് വെക്കാനായിട്ടും അതുപോലെ തന്നെ ബട്ടൺസ് ഹോൾ ഇടാനായിട്ടൊക്കെ നമുക്ക് ഒരു 1/4 ഇഞ്ച് വിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഓപ്പൺ സൈഡ് ആക്കി എടുത്തിട്ട് ആ ഒരു ഷേപ്പ് ചെറിയൊരു വളവോട് കൂടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ ഈ ഒരു പട്ട ഉണ്ടല്ലോ, നമ്മൾ പട്ട മാറ്റി വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ പട്ട ഇവിടെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ പട്ടയിൽ ഒരു തുണി മാത്രമല്ല വെക്കുന്നത്, ഒരു ഭാഗത്ത് നമ്മൾ 2 തുണി എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 6 പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തുണിയിൽ തന്നെ ഉണ്ടെങ്കിൽ മൊത്തം 6 പീസ് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അതിനോട് യോജിപ്പിച്ച് വരുന്ന നല്ല വേറെ എന്തെങ്കിലും കളർ, ബ്ലാക്കോ ഇപ്പോൾ റെഡോ, എൻ്റെ കയ്യിൽ റെഡ് ലൈനിങ് തുണിയുടെയാണ് കേട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തുണി 2 വശത്തേക്കും വേണം. അതിനുള്ളിൽ വരാനായിട്ട് 2 തുണിയായിട്ട്, അതാ മൊത്തം 6 തുണിയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു നല്ല തുണിയിൽ നിന്ന് ഒരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് എടുക്കാനായിട്ടുണ്ടാവില്ല, 6 പീസായിട്ടുണ്ടാവില്ല. നമുക്ക് സ്ലീവിന് വേണം, അതുപോലെ തന്നെ പട്ട വയ്ക്കാനായിട്ട് വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഭാഗം മാത്രം ഞാൻ നല്ല തുണിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒരു ലൈനിങ് തുണിയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനോട് യോജിച്ച് വരുന്ന ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏകദേശം ഒരു മാച്ച് ആയിട്ടുള്ള തുണി, ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല, മെറൂണോ അതല്ലെങ്കിൽ റെഡോ. ഞാനൊരു റെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കട്ടിങ്ങിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ടാപ്പ് വെച്ചിട്ടുണ്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയും 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു, പിന്നെ 1 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ 3.5 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അളവ് മാറിപ്പോവരുത്. നമ്മുടെ കട്ടിങ്ങിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ആകെ ബ്ലൗസ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ടിങ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞ ഏകദേശം അളവ് തന്നെയാണ് എല്ലാവർക്കും വരുന്നത്. ഈ ഒരു 36, 38 സൈസിലൊക്കെ വരുന്നത് ഈ ഒരു അളവിൽ തന്നെ നമ്മൾ കട്ടിങ് എടുത്താൽ മതിയാവും കേട്ടോ. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെൻറ്ററിൽ വരുന്ന കട്ടിങ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു തുണി ഇതേപോലെ ഒന്ന് ഒപ്പം മടക്കി വയ്ക്കുക. നമ്മളെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒപ്പം പിടിച്ച് മടക്കി വയ്ക്കുക. എന്നിട്ട് സെൻറ്ററിലൊന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നേരെ ഒരു 2 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ടാപ്പിൽ വേണം 2 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട്. 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2.25 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ഇഞ്ചിലും ഒരുപാട് കൂടിപ്പോയത്, 2 അല്ലെങ്കിൽ 2.25 കേട്ടോ. ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മളുടെ ഈ എല്ലാ കട്ടിങ്ങിൻ്റെ ഒരു ലെങ്ത്ത് വരേണ്ടത് 2 ഇഞ്ചിൽ തന്നെയാണ് കേട്ടോ. ഇതേപോലെ ഈ ഒരു 3 ടക്ക് വരുന്നുണ്ടല്ലോ, ഈ ഒരു 3 ടക്ക് ഇതേപോലെ വരുന്നുണ്ട്. നമ്മുടെ ഈ കൈക്കുഴിയുടെ അവിടേക്കും അറ്റാച്ച് ചെയ്ത് വരുന്ന ടക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഈ 3 ടക്കിൻ്റെ അകലം വരുന്നത് 2 ഇഞ്ചിലാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്കിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. 3 ടക്കും അകലം 2 ഇഞ്ച് വെച്ചിട്ടായിരിക്കണം. അപ്പം നമ്മളിവിടെ 3ാമത്തെ ടക്കും വരച്ചു കൊടുത്തു. 4 ഇഞ്ചാണ് ടക്കിൻ്റെ ലെങ്ത്ത്. അതേപോലെ തന്നെ 2 ഇഞ്ചിൻ്റെ ടക്ക്, 3.5 ഇഞ്ചിൻ്റെ ടക്ക്. എല്ലാറ്റിൻ്റെ അകലം വരേണ്ടത്, എൻഡ് ഭാഗം വരേണ്ടത് 2.5 ഇഞ്ച് വ്യത്യാസത്തിലായിരിക്കണം. ഇപ്പോൾ ഈ ഒരു ടക്കിൻ്റെ ലെങ്ത്ത് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച്, അതേപോലെ തന്നെ മുകളിലത്തെ കൈക്കുഴിയുടെ അവിടേക്കുള്ള ടക്ക് ഉണ്ടല്ലോ അവിടേക്കും 2 ഇഞ്ച്. ഇനി നമ്മൾ താഴെ ഭാഗത്ത് ഈ ഒരു ടക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് മറുവശത്തേക്ക് ഇതിൻ്റെ ഒരു ടക്കിൻ്റെ മാർക്ക് വരണമല്ലോ. അതല്ലെങ്കിൽ നിങ്ങളൊരു പിൻ ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും, കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. ഒപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറുവശത്തേക്കും കൂടെ ഇതേപോലെ
അതിൻ്റെ ഒരു മാർക്ക് വന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ടെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈനിങ് തുണി ആയാലും അതേപോലെ തന്നെ നല്ല തുണിയിലാണെങ്കിൽ, ഇതിൽ നമുക്ക് ലൈനിങ് തുണി ഇല്ല, നല്ല തുണിയിൽ തന്നെയാണ് വരയ്ക്കുന്നത് കേട്ടോ. നല്ല തുണിയിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മറിച്ച് ഇട്ടിട്ടായിരിക്കും, അതായത് ചീത്ത വശത്തായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, നല്ല വശത്തല്ല. അപ്പോൾ നമ്മുടെ ടക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് 2 സ്ലീവ് ഒരുമിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് തുണി മടക്കിയിടേണ്ടത് കേട്ടോ. അപ്പോൾ 2 പീസിനുള്ള 2 സ്ലീവിനുള്ള പീസ് ലൈനിങ് തുണിയാണ്, അതായത് ലൈനിങ് തുണിയല്ല, നമ്മുടെ ബ്ലൗസിൻ്റെ തുണിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 9-10 ഇഞ്ചിലാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയ സ്ലീവ് വയ്ക്കണമെങ്കിൽ വയ്ക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മാർക്ക് ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ്. ഇനി നമുക്കിത് ഈ ഒരു മാർക്കിങ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്നും വരച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അളവ് കിട്ടാനായിട്ടാണ് കേട്ടോ. കൈ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വളഞ്ഞ് പൂവൊക്കെ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ ഇതേപോലെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒരു 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 ഇഞ്ചിൽ നിന്ന് 3.5 ഇഞ്ചിലേക്ക് നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ സ്ട്രെയിറ്റായി വരച്ചതിന് ശേഷം നമുക്ക് താഴേക്ക്, ഞാനിപ്പോൾ താഴെ മാർക്ക് ചെയ്തത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. എനിക്ക് താഴെ വേണ്ടത് ഒരു 5-5.5 ഇഞ്ചാണ് നമുക്ക് വണ്ണം വേണ്ടത്. ഞാൻ എക്സ്ട്രാ 1.25 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തത് വീഡിയോയിൽ ആയിട്ടില്ല, നമ്മുടെ ക്യാമറ വെച്ചത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അപ്പോൾ ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു കട്ടിങ് കൊടുക്കാം, അതായത് കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിടുക. അപ്പം നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. നമുക്ക് സ്ലീവ് കട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സ്ലീവ് കട്ടിങ് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടു നോക്കുക. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ടല്ലോ, കുഴിച്ചിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ ഭാഗം. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതൊന്ന് പോലെ നിവർത്തിയിട്ടിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യാൻ മടക്കേണ്ടതെന്ന് നോക്കട്ടെ. അതൊക്കെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് മടക്ക് വരേണ്ടത്. ചെറിയൊരു മടക്ക് വയ്ക്കുക, അതിന് ശേഷം ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് ഒരു 3/4 ഇഞ്ചിൽ നമ്മൾ കൂടുതലൊരു വലിയ മടക്ക് കൊടുത്തിട്ടാണ് ഹെമ്മിങ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹുക്ക് വയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ഹോൾ വയ്ക്കാനായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 1 ഇഞ്ച് 2.25 ഇഞ്ചാണ് നമുക്ക് വീതിയിലുള്ള തുണിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പം ഞാനിവിടെ 1 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.25 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നമ്മുടെ ബ്ലൗസിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ലെങ്ത്തിലെടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ മടക്കി വയ്ക്കാനുള്ളതാണ്. ഇനി നമുക്ക് 2.25 ഇഞ്ച് വീതിയിലുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. അതിന് മുൻപ് നമുക്ക് ബാക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള തുണി, ഹെമ്മിങ് ചെയ്തെടുക്കാനുള്ള പട്ട വേണമല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനത് ഒരു 1.25 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം അതിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട് കേട്ടോ. 1.25 ഇഞ്ചിൽ ഞാനതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള പട്ട ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോള് വയ്ക്കാനായിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഹോള് വയ്ക്കാനായിട്ട് ഞാൻ 2.25 എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് വീതിയിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് 1 ഇഞ്ച് കൂടുതൽ വേണം ലെങ്ത്ത് എടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് മടക്കി വെക്കാനുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് നെക്കിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിന് മാച്ചായിട്ടുള്ളൊരു തുണി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതേ സെയിം തുണിയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ലൈനിങ് തുണിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഒരു 2 ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ പീസും 2 ഇഞ്ച് വീതി തന്നെ വേണം. അപ്പം നമ്മൾ ടാപ്പിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. അതാകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യത്തെ കട്ടിങ്ങിൽ തന്നെ എല്ലാ പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആദ്യമായിട്ടൊക്കെ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രോസ് പീസും കൂടെ കട്ട് ചെയ്ത് അപ്പോൾ 36 സൈസിൻ്റെ നോർമൽ ബ്ലൗസ് കട്ടിങ് ഇവിടെ കഴിഞ്ഞു. സ്റ്റിച്ചിങ് വീഡിയോ വേറെ ഇടുന്നതായിരിക്കും കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.